നമസ്കാരം. ആദ്യമായിട്ട് ഏതൊരു നർത്തകിയും ആഗ്രഹിക്കുന്ന സന്നിധിയാണിത്. ഉണ്ണിക്കണ്ണൻ്റെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചിലങ്ക കെട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് എനിക്ക് ഈ ഭാഗ്യം തന്നതിൽ അനുഗ്രഹിച്ചതിൽ ഭഗവാനോടും ഗുരുവായൂരമ്പലത്തിലെ എല്ലാ പ്രഗത്ഭ വ്യക്തിത്വങ്ങളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇന്ന് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു നൃത്തസന്ധ്യയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നെ കാണാൻ, നൃത്തം കാണാൻ, അനുഗ്രഹിക്കാൻ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം അറിയിക്കട്ടെ. ആദ്യം ചെയ്തത് ഗണപതി സ്തുതിയോടൊപ്പം അലാരിപ്പായിരുന്നു. സാധാരണ അലാരിപ്പിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ വേദിയിൽ അവതരിപ്പിച്ച അലാരിപ്പ് കണ്ടിട്ടുണ്ടാവുക. ഒരു സ്ത്രീ ആയിരുന്നു അലാരിപ്പിൽ മുഖ്യമായി വന്നിരുന്നത്. സ്ത്രീ ഹസ്തങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അലാരിപ്പായിരുന്നു ചിട്ടപ്പെടുത്തിയിരുന്നത്. അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത് ഭരതനാട്യം ശബ്ദമാണ്. രാമായണ ശബ്ദം ചിട്ടപ്പെടുത്തി എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗുരു, എൻ്റെ അമ്മ, എൻ്റെ ദൈവം ശ്രീമതി കലാമണ്ഡലം സുമതിയാണ്. രാമായണ ശബ്ദത്തിൽ രാമായണത്തിലെ കുറച്ച് ഏടുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മുഴുവൻ രാമായണം കളിക്കണമെങ്കിൽ ചിലപ്പോൾ ഈ 1.5 മണിക്കൂർ മതിയാവില്ല. അതുകൊണ്ട് ചില ഭാഗങ്ങൾ മാത്രം വിന്യസിച്ച് ഭരതനാട്യം ശബ്ദത്തിലൂടെ അവതരിപ്പിക്കുന്നു. സീതാപരിണയം എത്ര മനോഹരമായിരുന്ന വിവാഹമായിരുന്നു അല്ലേ? നമ്മളെല്ലാവരും രാമായണത്തിലൂടെ വായിച്ച് കോരിധരിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് രാമായണത്തിൽ. വില്ലൊടിച്ച് പല രാജാക്കന്മാരും ഉണ്ടായിരുന്നു, വില്ലന്മാരും വീരശൂര പരാക്രമികളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വില്ലൊടിച്ച് സീതാദേവിയെ സ്വന്തമാക്കിയത് ഭഗവാൻ ശ്രീരാമനാണ്. ആ ഒരു വിവാഹം അവതരിപ്പിക്കുന്നു. അതുപോലെ മാരീചവധം. രാമായണം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അത് കൂടുതൽ കഥ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും മാരീചനെ കൊല്ലുന്ന, ശ്രീരാമ ഭഗവാൻ കൊല്ലുന്ന ആ കഥ വിന്യസിക്കുന്നുണ്ട്. അതിനുശേഷം സീതാദേവിയെ ലങ്കയിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്ന രാവണൻ, സീതാദേവിക്ക് ഭഗവാൻ ശ്രീരാമൻ കൊടുത്തുവിട്ട മോതിരം സമ്മാനിക്കുന്ന ഭക്തനായ ഹനുമാൻ. ഇങ്ങനെ 3 കഥകളാണ്, 3 സിറ്റുവേഷൻസാണ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഭരതനാട്യം ശബ്ദം, രാഗമാലിക, മിശ്രചാപ്പ്. എൻ്റെ ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തട്ടെ. എന്നെ നൃത്തം പഠിപ്പിച്ചതും ജീവിക്കാൻ പഠിപ്പിച്ചതും ഒക്കെ ഒരാളാണ്. എൻ്റെ അമ്മ, എൻ്റെ ദൈവം ശ്രീമതി കലാമണ്ഡലം സുമതി. മൃദംഗം എൻ്റെ സഹോദരനാണ്, ബഹുമാനപ്പെട്ട കലാമണ്ഡലം ഹരികൃഷ്ണൻ. വായ്പാട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗുരുവായൂരിൻ്റെ സ്വന്തമായ ഗുരുവായൂർ ഭാഗ്യലക്ഷ്മിയാണ് പാടുന്നത്. ഫ്ലൂട്ട് പെരുമ്പാവൂർ ഗിരീശൻ, വയലിൻ പാണാവള്ളി വിജയകുമാർ. 2 പേരും എൻ്റെ സഹോദരങ്ങളാണ്. വീണ മുരളി മാസ്റ്റർ ഗുരുസ്ഥാനിയാണ്. എൻ്റെ കൂടെ നൃത്തം ചെയ്യുന്നത് എൻ്റെ ശിഷ്യരാണ്. എല്ലാവരും ചേർന്ന് ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം. ഈ രീതിയിൽ രാമായണ ശബ്ദം. നന്ദി.